ഞാനിപ്പോൾ ഇപ്പോൾ ഒന്ന് വഴി കാണുമ്പോൾ ഇത് എവിടെയാണെന്ന് അവരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തവണയെങ്കിലും മൂന്നാർ വരാത്ത മലയാളി ഉണ്ടാവുമോ? എന്തായാലും മൂന്നാറിനുള്ളത് മറയൂർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് എൻ്റെ സ്വന്തം പ്രൊഫൈലിൽ ഇങ്ങനെ റൈഡ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ റൈഡ്സിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെയാണ് എത്ര ദൂരമൊക്കെ നിങ്ങൾ റൈഡ് ചെയ്യുക, എനിക്കാണ് നടുവേദന എടുക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ആളുകളോട് ഞാൻ സാധാരണ മറുപടി പറയാറില്ല, ഒന്ന് ചിരിച്ചങ്ങ് വിടും. പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കാണെങ്കിൽ മറുപടി പറയാമായിരുന്നു. അതായത് എൻ്റെ ശരീരം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്, എനിക്കും വേദനകളൊക്കെ എടുക്കും. പക്ഷേ ഞാൻ എന്നെ ആക്കി എടുത്തിരിക്കുന്നത് ഐ എം എ പേഴ്സൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് എന്താ പറയുക, ജീവിക്കുന്ന ഈ നിമിഷത്തിനോട് നന്ദിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു വേദനയൊക്കെ മറക്കും. ഇപ്പോൾ എനിക്ക് നടുവേദന എടുത്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, വീണ്ടും ഞാൻ റൈഡ് ചെയ്യും. ഞാൻ പണ്ടേ ഇങ്ങനെ ആയിരുന്നു നല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആക്കി എടുത്തതാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും ബേസിക് ഉള്ള സ്കിൽ അതാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ സർവൈവൽ സ്കില്ല് ഒരു തിരിച്ചറിവാണ്. അതായത് സൊസൈറ്റി നിങ്ങൾ നന്നായിട്ട് ചെയ്തൊരു കാര്യത്തെ ഇടയ്ക്ക് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതും നിങ്ങൾ ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ നന്നായിട്ട് പോകാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അഭിനന്ദനമായാലും ശരി, കുറ്റപ്പെടുത്തലായാലും ശരി, അത് ലഭിക്കുന്ന മൊമെന്റ് കഴിഞ്ഞ് മുമ്പോട്ട് നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ലൈഫിൽ മാക്സിമം കമ്പയർ ചെയ്യുന്നതും കംപ്ലൈൻറ്റ് ചെയ്യുന്നതും കുറയ്ക്കുക. എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് ചെയ്യുക. ഇനി അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൽ വലിയ ലൈഫ് ലെസൺ ആയിട്ടോ അല്ലെങ്കിൽ ഉപദേശമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഞാൻ എനിക്ക് പറയാൻ തോന്നിയെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാനിങ്ങനെ ബൈക്ക് ഓടിക്കുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം ഇതായിരുന്നു. സോ ഞാനതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കൊണ്ട് വീണ്ടും വരാം. ഒന്ന് ഫോളോ ചെയ്തതിനെ പരിഗണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും.